നമസ്കാരം. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ബന്ധം പതിറ്റാണ്ടുകളായി ഏറ്റുമുട്ടലുകളും പരസ്പര അവിശ്വാസവും നിറഞ്ഞതാണ്. ആണവ കരാറുകൾ, സാമ്പത്തിക ഉപരോധങ്ങൾ, പ്രാദേശിക സ്വാധീന പോരാട്ടങ്ങൾ എല്ലാം ചേർന്ന് ഈ ബന്ധത്തെ സ്ഥിരം സംഘർഷത്തിന്റെ പാതയിലേക്കാണ് തള്ളിയത്. ഇപ്പോൾ അമേരിക്കയിൽ നിന്നും ഉയരുന്ന പുതിയ ആരോപണങ്ങളും അതിനു മറുപടിയായി ഇറാനിൽ നിന്ന് വരുന്ന ശക്തമായ പ്രതികരണങ്ങളും ഈ ദീർഘകാല വൈരുദ്ധ്യം വീണ്ടും ഒരു നിർണായക ഘട്ടത്തിലേക്ക് കടക്കുകയാണ് എന്ന സൂചന നൽകുന്നുണ്ട്. എന്നാൽ ഇത്തവണ ആരോപണങ്ങളുടെ സ്വഭാവം തന്നെ വ്യത്യസ്തമാണ്. പതിവ് പോലെ ആണവായുധങ്ങളോ ദീർഘകാല മിസൈലുകളോ കുറിച്ചല്ല ഇത്തവണ അമേരിക്ക സംസാരിക്കുന്നത്. പകരം ഫാർമസ്യൂട്ടിക്കൽ അധിഷ്ഠിത ഏജന്റുകൾ എന്ന സാങ്കേതികവും ഭീതിജനകവുമായ പദം ഉപയോഗിച്ചാണ് ഇറാനെതിരെ പുതിയൊരു അമേരിക്ക നരേറ്റീവ് രൂപപ്പെടുത്തിയിരിക്കുന്നത്. ലളിതമായി പറഞ്ഞാൽ, മരുന്ന് നിർമ്മാണത്തിനും മെഡിക്കൽ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്ന ചില രാസവസ്തുക്കൾ ഇറാൻ രഹസ്യമായി മാരകമായ രാസായുധങ്ങളാക്കി മാറ്റുന്നു എന്നതാണ് അമേരിക്കയുടെ പുതിയ വാദഗതി. ഇത്തരമൊരു ആരോപണം കേൾക്കുമ്പോൾ ഇറാഖ് യുദ്ധത്തിന് തൊട്ടു മുമ്പ് മാസ് ഡിസ്ട്രക്ഷൻ ആയുധങ്ങൾ എന്ന പേരിൽ ലോകത്തെ തെറ്റിദ്ധരിപ്പിച്ച പഴയ അനുഭവം പലർക്കും ഓർമ്മ വരും. അത് വെറും സ്വാഭാവികമായ നടപടിയാണ്. അന്നും ശക്തമായ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. എന്നാൽ പിന്നീട് അവയ്ക്ക് ഉറച്ച തെളിവുകളില്ല എന്ന് ലോകം തിരിച്ചറിഞ്ഞു. ഇന്നത്തെ ഇറാനെതിരായ ആരോപണങ്ങളിലും സമാനമായ ഒരു മാതൃകയാണ് പല രാജ്യങ്ങളും കാണുന്നത്. ഇതുവരെ ഈ വാദങ്ങളെ പിന്തുണയ്ക്കുന്ന വ്യക്തവും പരിശോധിക്കാവുന്നതുമായ തെളിവുകൾ പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ ചോദ്യവും. അമേരിക്ക ചൂണ്ടിക്കാണിക്കുന്ന ഫെന്റനൈൽ ഡെറിവേറ്റീവുകൾ, മെഡിറ്ററേനിയൻ തുടങ്ങിയ രാസവസ്തുക്കൾ സ്വഭാവത്തിൽ തന്നെ ഡ്യുവൽ യൂസ് വിഭാഗത്തിൽ പെടുന്നവയാണ്. 2024-25 വർഷങ്ങളിലെ റിപ്പോർട്ടുകൾ അനുസരിച്ച് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഇറാൻ രാസായുധ കൺവെൻഷൻ പൂർണ്ണമായും പാലിക്കുന്നില്ല എന്ന വിലയിരുത്തൽ നടത്തിയെങ്കിലും അതിന് പിന്നിലെ തെളിവുകൾ ഇതുവരെയും പൊതുജന പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടില്ല എന്നാണ് ഇറാന്റെ പ്രധാന വാദം. ഇറാൻ ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട് ഇക്കാര്യം. തങ്ങൾ CWCയുടെ അംഗരാജ്യമാണെന്നും രാസായുധങ്ങളുടെ വികസനം, സംഭരണം, ഉപയോഗം എന്നിവ നിരോധിക്കുന്ന അന്താരാഷ്ട്ര മാനങ്ങളെ അംഗീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നതുമാണ്. ഇതിന് വിരുദ്ധമായ ആരോപണങ്ങൾ സുരക്ഷാ ആശങ്കകളേക്കാൾ കൂടുതൽ അമേരിക്ക ഇറാൻ രാഷ്ട്രീയ വൈരത്തിന്റെ ഭാഗമാണ് ഇറാൻ കാണുന്നത്. ജൈവ ആയുധങ്ങളുടെ ഭീകരതയെക്കുറിച്ച് ലോകത്ത് ഏറ്റവും കൂടുതൽ അനുഭവ പരിചയമുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഇറാൻ എന്നതും ഈ ചർച്ചയിൽ നിർണായകമാണ്. 1980കളിലെ ഇറാഖ് യുദ്ധകാലത്ത് ഇറാഖ് ഉപയോഗിച്ച മസ്റ്റർ ഗ്യാസും നാഡി ഏജന്റുകളും ആയിരക്കണക്കിന് ഇറാനികളുടെ ജീവിതം തകർത്തെറിഞ്ഞു. ഇന്നും ആ ആക്രമണങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട പലരും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളായി ജീവിക്കുകയാണ്. ഈ ചരിത്രാനുഭവങ്ങളാണ് രാസായുധങ്ങളെ നിരോധിക്കേണ്ടതിന്റെ ഏറ്റവും ശക്തമായ വാദമായി ഇറാൻ ലോകവേദികൾ ഉയർത്തിക്കാട്ടുന്നത്. ഇത്തരം പശ്ചാത്തലത്തിൽ ഇറാൻ രാസമോ ജൈവമോ ആയുധങ്ങൾ വികസിപ്പിക്കുമെന്ന് ആരോപിക്കുന്നത് തന്നെ ഒരു വൈരുദ്ധ്യമായ പല നിരീക്ഷകരും കാട്ടുന്നു. രാസായുധങ്ങളുടെ ക്രൂരത നേരിട്ട് അനുഭവിച്ച ഒരു രാജ്യം അതേ വഴിയിലേക്ക് വീണ്ടും തിരിയുമെന്ന് കരുതുന്നത് യുക്തിരഹിതമാണ് എന്നാണ് ഇറാന്റെ നിലപാട്. മറിച്ച് ഇത്തരം ആരോപണങ്ങൾ ഉപയോഗിച്ച് ഇറാനെ അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെടുത്തുകയും പുതിയ ഉപരോധങ്ങൾക്കും രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കും ന്യായീകരണം കണ്ടെത്തുകയുമാണ് അമേരിക്കയുടെ യഥാർത്ഥ ലക്ഷ്യമെന്നും ഇറാൻ വ്യക്തമാക്കുന്നു. ജൈവായുധ സാധ്യതകളെ കുറിച്ചുള്ള ആരോപണങ്ങളും സമാനമായുള്ള രീതിയിലാണ് ഇറാൻ തള്ളിക്കളയുന്നത്. ഇറാന്റെ ബയോടെക്നോളജി മേഖല വികസിതമാണ് എന്നത് സത്യമാണ്. പക്ഷെ അത് പ്രധാനമായും മെഡിക്കൽ ഗവേഷണം, വാക്സിൻ നിർമ്മാണം, ആരോഗ്യ സുരക്ഷ എന്നിവയ്ക്കാണ് ഉപയോഗിക്കുന്നത്. സ്ഥിരീകരിക്കപ്പെടാത്ത ഇന്റലിജൻസ് സൂചനകളുടെ അടിസ്ഥാനത്തിൽ ഉയർത്തുന്ന ആരോപണങ്ങൾ അന്താരാഷ്ട്ര നിയമത്തിന്റെ ആത്മാവിനും ശാസ്ത്രീയ നിഷ്പക്ഷതയ്ക്കും വിരുദ്ധമാണെന്നാണ് ഇറാന്റെ വാദം. ആഗോള തലത്തിൽ നോക്കുമ്പോൾ ഈ ആരോപണങ്ങളിൽ മിഡിൽ ഈസ്റ്റിലെ സുരക്ഷാ സന്തുലിതാവസ്ഥയെക്കുറിച്ചുള്ള വലിയ ചോദ്യങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇറാന്റെ കാഴ്ചപ്പാടിൽ യാഥാർത്ഥിക പ്രാദേശിക ഭീഷണികൾ ചർച്ച ചെയ്യപ്പെടാതെ തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യങ്ങളെ മാത്രം ലക്ഷ്യമിടുന്ന ആരോപണങ്ങൾ അന്താരാഷ്ട്ര നിയമത്തെ രാഷ്ട്രീയ ആയുധമാക്കുന്ന പ്രവണതയാണ് പ്രതിഫലിപ്പിക്കുന്നത്.